നമസ്കാരം. മന്ത്രദീക്ഷ എടുത്താൽ വരുന്നവരുടെ പ്രശ്നം പറയാനും പരിഹാരം പറയാനും ഒക്കെ പറ്റുമോ? ഇത് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട്. ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന രീതി എവിടുന്നെങ്കിലും ഒരു മന്ത്രം സ്വീകരിച്ചിട്ട് അത് കുറേ കാലമൊക്കെ ജപിച്ചിട്ടിരുന്ന് ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് ചുമ്മാതിരുന്ന് പ്രശ്നം പറയാമെന്നാണ് അവർ കരുതുന്നത്. ഇതിനു വേണ്ടിയാണ് ഈ ഇന്നത്തെ തലമുറയൊക്കെ ഇതിനുവേണ്ടി ഉത്സാഹിച്ചിറങ്ങിത്തിരിക്കുന്നത്. അത് അവരുടെ കുഴപ്പമൊന്നുമല്ല. ആർക്കാണെങ്കിലും ഇതൊക്കെ ആഗ്രഹമുണ്ടാകാം. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ അതിനർഹതപ്പെട്ടതായ ആൾക്കാരുണ്ട്. അത് അനേകം പേരെ നമ്മൾ അനേകരുടെ ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ കാണുകയുള്ളൂ. അവർക്ക് ഇതൊക്കെ ജന്മനാ തന്നെ സിദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഒരു ഗുരു അല്ലെങ്കിൽ ആചാര്യൻ വേണമെന്ന് മാത്രം. അവരിൽ കൂടെയാണിത് വഴി തെളിച്ചു കൊടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കരിക്ക് നമ്മുടെ കയ്യിലിരിക്കുന്നു, അത് തുളയ്ക്കൂ, അതിനകത്ത് വെള്ളമുണ്ട് എന്ന് പറയാൻ ഒരാൾ പറഞ്ഞ് നമുക്ക് തരണം. അല്ലെങ്കിൽ നമ്മൾ ഈ കരിക്കും വെച്ചുകൊണ്ട് നമ്മൾ നടക്കും. ഇല്ലെങ്കിൽ വെണ്ണ കയ്യിൽ വെച്ചിട്ട് അത് ഉരുക്കിയാൽ നിനക്ക് നെയ്യാക്കി എടുക്കാമെന്ന് ഒരാൾ പറഞ്ഞു തരാനാണ് ഈ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ നമുക്ക് വേണ്ടത്. അത് ജന്മസിദ്ധം കൂടെ അതിന് വേണം. ഇല്ലാതെ കണ്ട് ഏതെങ്കിലുമൊക്കെ മന്ത്രങ്ങൾ ജപിച്ചിട്ട് അവരുദ്ദേശിക്കുന്നതായ ദേവതകളെ പ്രീതിപ്പെടുത്തി അവരിൽ കൂടെ പ്രശ്നം പറയാമെന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചതും നടപ്പില്ലാത്തതുമായ കാര്യങ്ങളാണ്. ഇതിനൊക്കെ നമ്മൾ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഇഷ്ടദേവതയുടെ കാരുണ്യവും മുജ്ജന്മവും കൊണ്ട് നല്ലൊരു ഗുരുവിൽ നമ്മൾ ചെന്നെത്തുക തന്നെ ചെയ്യും. അവിടുന്ന് നമ്മൾ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം ജ്യോതിശാസ്ത്രവും താന്ത്രിക പൂജകളുമൊക്കെ നമ്മൾ പഠിച്ച് വശമാക്കിയതിന് ശേഷം ഈ പറഞ്ഞ വിദ്യകളൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്ന വിദ്യയ്ക്ക് പ്രവർത്തനങ്ങളൊക്കെ വളരെ ഗുണഫലം ലഭിക്കുന്നതായിരിക്കും. അത് മറ്റുള്ളവർക്കും ആ ഗുണഫലം നമുക്ക് മനസ്സിലാക്കി അനുഭവത്തിൽ വരുത്തി കൊടുക്കാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ മന്ത്രദീക്ഷ എടുക്കാൻ പോകുന്നവരോടും എടുത്തവരോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് വിധിച്ചതായ സാധാരണ ആയ ഒരു ജോലി ഒക്കെ ചെയ്ത് നിങ്ങൾ സുഖമായിട്ട് ജീവിതം നയിക്കുക. ഈശ്വരൻ ആര് വിളിച്ചാലും ഒരുപോലെ ഉള്ളൂ. അല്ലാതെ ഇന്ന മന്ത്രം ജപിക്കുന്നവൻ്റെ കൂടെ മാത്രമേ, അല്ലെങ്കിൽ ഞാൻ മന്ത്രദീക്ഷ എടുക്കുന്നവൻ്റെ കൂടെ മാത്രമേ ഞാൻ കൂടുതൽ അനുഗ്രഹിക്കുമെന്ന് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഗ്രന്ഥങ്ങളിലുമില്ല. ഒരു മന്ത്രവും അറിയത്തില്ലാത്തവരൊക്കെ ഈശ്വര സാക്ഷാത്കാരം നേടി കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതും. ഇതിനൊക്കെ പല ഉദാഹരണങ്ങളുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആവശ്യമെങ്കിൽ മാത്രം ഇത് ആരെങ്കിലുമൊക്കെ കണ്ട് പഠിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ഈശ്വരനെ വിളിക്കുക. ഇത് ഒരു ഈശ്വരനെ എൻ്റെ മന്ത്രം മേടിച്ചിട്ട് ജപിച്ചിട്ട് അതും അടുത്ത് കഴിയുമ്പോൾ ആ ഈശ്വരനെ കിട്ടിയില്ല, എനിക്ക് അടുത്ത ഈശ്വരനെ കൂടെ മതി, അതും അടുത്ത് കഴിയുമ്പം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊന്നും എത്താതെ കണ്ട് ഇങ്ങനെ വെറുതെ സമയം പാഴാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിലുള്ള പൂജാകാര്യങ്ങൾ, അല്ലെങ്കിൽ സാധാരണ നിത്യപ്രാർത്ഥന വാർത്താൻ പ്രാർത്ഥിച്ച് നമുക്ക് എന്താണോ ദൈവം പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യുക. അല്ലാതെ കണ്ട് ഒരാൾ ചെയ്യുന്ന കണ്ടേച്ച് എല്ലാവരും അതേ രീതിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇതേവരും അറിഞ്ഞിരിക്കണം. ഏവർക്കും നന്ദി.